ഹായ് ഫ്രണ്ട്സ്, TIYAN ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിടിലെ ബോട്ടിൽ ആർട്ടാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ബിയർ ബോട്ടിൽ ഇതേപോലെ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അധികം വൈകിക്കേണ്ട, നമുക്ക് നേരെ വർക്ക് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ബിയർ ബോട്ടിലാണ്, അതായത് നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു ബിയർ ബോട്ടിൽ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഫാബ്രിക് പെയിൻ്റാണ്. ഇനി നമ്മളിത് അടിച്ചു കൊടുക്കുമ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്യുന്ന രീതി വേണം അടിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഒരു 2 കോട്ടെങ്കിലും അടിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് കുപ്പി നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിക്കാൻ ആവശ്യമായ പേപ്പർ ഡിസൈൻസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിന്ന് എടുത്തേക്കുന്നത് 2 A4 ഷീറ്റ് പേപ്പറാണ്. അപ്പം ആദ്യം A4 ഷീറ്റ് പേപ്പർ 2ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ ഈ കർവ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുക. നമ്മുടെ പേപ്പറിൻ്റെ സൈഡെല്ലാം ഞാൻ നന്നായിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പേപ്പറിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കർവ് ചെയ്ത് ഇവനെ കീറി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഷേപ്പിലാണ് ഇപ്പം കീറുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കീറിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കുപ്പിയിലേക്ക് ഒട്ടിക്കാൻ ആവശ്യമായ പേപ്പേഴ്സ് എല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം കാപ്പിപ്പൊടിയാണ്. അത് അധികമൊന്നും വേണ്ട, ഏകദേശം 1 സ്പൂൺ മതിയാവും. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പം കീറി എടുത്തേക്കുന്ന നമ്മുടെ പേപ്പർ കഷ്ണങ്ങളെല്ലാം ഈ കോഫി മിക്സിലിട്ട് നന്നായിട്ട് ഒന്ന് കുതിർത്തിയെടുത്ത ശേഷം വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അതായത് നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5-10 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. പേപ്പർ ഉണങ്ങാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളമായി. ഇപ്പം നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പേപ്പറും കുപ്പിയെല്ലാം നന്നായി ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പറിൻ്റെ ഈ എഡ്ജെല്ലാം നന്നായിട്ടൊന്ന് കരിച്ചെടുക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്നിനും മുകളിലായിട്ട് ഇങ്ങനെ കയറി നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. കരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇത് കത്തിക്കുക അന്നേരം തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തങ്ങ് പിടിക്കണം. അപ്പോഴത്തേക്ക് അതിൻ്റെ കരി അങ്ങ് മാറി കിട്ടിക്കോളും. ഇങ്ങനെ കരിച്ചെടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പേപ്പറിൻ്റെ വശങ്ങളെല്ലാം നന്നായി കരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ കുപ്പിയിലേക്ക് ഇത് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു മിക്സ് ആവശ്യമായിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ നമ്മൾ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫെവിക്കോൾ നമ്മൾ 2 സ്പൂൺ ഫെവിക്കോളിൽ 1 സ്പൂൺ വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അപ്പം മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോ പേപ്പറായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ പേപ്പർ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ വശങ്ങളിലൊക്കെ പശ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് അപ്പം നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ പേപ്പർ ഇങ്ങനെ വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും അത് അങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് ഇത് നമ്മൾ ഫുൾ ഒട്ടിച്ച് കഴിയുമ്പം 1 കൂട്ട് പശ കൂടി ഒന്നുകൂടി ചേർത്ത് അങ്ങ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ നന്നായി ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് അല്പം വാർണിഷ് അടിച്ചു കൊടുക്കുക. ഞാനൊരു വുഡൻ വാർണിഷാണ് എടുത്തേക്കുന്നത്. നമ്മൾ വാർണിഷ് അടിക്കുമ്പോൾ 1 കോട്ട് മാത്രം അടിച്ചാൽ മതിയാവും. അങ്ങനെ അടിക്കുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടും, അതുപോലെ കാണാനും വളരെ മനോഹരമായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ കുപ്പിയൊക്കെ നല്ല ഗ്ലോസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കിയാൽ അവിടെ അത് ഒട്ടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല, അതുപോലെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വർക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരല്പം ടൊൻ ചുറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് പശ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനിയും വളരെ പതുക്കെ ഇതൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നതോടുകൂടി നമ്മുടെ വർക്ക് ഏകദേശം It's not a game, it's a rich thing.